ഇപ്പൊ പൊതുവെ ഇവിടെ നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് മാരേജ് എന്ന് പറഞ്ഞാൽ അത്രയും സേക്രഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പാർട്ട്ണറെ പാടും നമ്മൾ കല്യാണം കഴിച്ച പിന്നെ ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കരുത് അങ്ങനെ വിചാരിക്കുന്ന ഇപ്പൊ മലയാളികളുടെ ഇടയിൽ തന്നെ അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ മൂവ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ളതാണ്. അപ്പൊ ആ ഒരു ഡിസിഷൻ എങ്ങനെയാണ് എടുത്തത്? അങ്ങനെ ഒരു കലാചാരവും നമ്മുടെ നാട്ടില് വെച്ചോണ്ടിരിക്കണ്ട. കാരണം വേറൊന്നുമല്ല, അതൊരു തരം എന്താ പറയാ സ്വയം കൊന്നു ജീവിക്കുക എന്നുള്ളതാണ്. ഈ തീക്ക് ചുറ്റും നടന്ന് ചെയ്യാൻ പറ്റപ്പോ ഒന്ന് സന്തോഷമായിരിക്കില്ല, ലൈഫ് മുഴുവൻ വേസ്റ്റ് ആയിട്ട്. ഞാനും അങ്ങനെ ദീർഘ ഇവിടം വരെ നോക്കിട്ടിറന്ന വെച്ച ആളാണ്. പക്ഷെ എന്താണെന്നറിയോ, നമ്മള് ഒരാൾ മാത്രം അങ്ങനെ കരുതിയിട്ട് കാര്യമില്ല, അപ്പുറത്തേക്കുന്ന ആൾക്കും അത് തോന്നണം. പിന്നെ ആ ലൈഫ് അത്രയും ഭംഗിയായിരിക്കല്ലേ. ഈ എന്താ പറയാ എറിഞ്ഞെറിഞ്ഞ് പൊട്ടിച്ച് വീണ്ടും ഇതാക്കി ചോർന്നു. അത് ആ സമയത്ത് വേറെ ആളൊക്കെ ഒന്ന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ സീക്രട്ട് ആയിട്ട് വെക്കുന്ന വരും. പിന്നെ അത് കഴിഞ്ഞാൽ വേദോന്നൊക്കെ പറഞ്ഞിട്ട് ഒളിച്ചൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീൻ ഉണ്ടാക്കും. പകരം വിട്ടിട്ട് വേറെ എന്തെങ്കിലും ആയിക്കോ. ഒരാൾ നിക്കലേ മറ്റൊരാളെ തേടി പോകുന്നത് അത് ഭയങ്കര ബോറിംഗ് പരിപാടിയാണ്. നിനക്ക് വേണ്ടേ പരസ്പരം വിളിക്കും അല്ലേ? അല്ലെ പിന്നെ നിന്റെ മാത്രം വിളിക്കണമെങ്കിൽ അതിന് ഗ്യാരണ്ടി ഉണ്ടാവാൻ രണ്ടുപേരും. അല്ലാത്ത ആൾക്കാരെ പരസ്പരം പിരിഞ്ഞങ്ങടെ പോയിക്കോളാം. അല്ലാണ്ട് അവിടെ കിടന്ന് കടിച്ചു തൂങ്ങി അയ്യോ. നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ കഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നരകം വേറൊന്നുമില്ല. കാരണം ആളെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് നമ്മൾ തന്നെ ഇല്ലാണ്ടായിരുന്നു. നമ്മളെ മറന്നു പോകുന്നു, നമ്മളെന്താന്നുള്ള മറന്നു. റിട്ടേൺ നമ്മളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല പണിയും ചെയ്യും. പക്ഷെ അപ്പം പുതിയ ആളാവും. ഇങ്ങനെ ഇവരെ അടിച്ചടിച്ച് പുതിയ ആൾക്ക് ഇടുമ്പോൾ എന്നെപ്പോലത്തെ ഒരു കഥാപാത്രം. ഇപ്പോഴും പഴയ കഥാപാത്രം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, അത് ആരെങ്കിലൊക്കെ വരുമ്പോൾ വീണ്ടും പുറത്തേക്ക് വരും. പക്ഷെ പിന്നെയും അതിലും മോശമായിട്ടായിരിക്കും അടുത്ത കഥാപാത്രം വരും. ഇപ്പൊ കാളി എന്നുള്ള കഥാപാത്രമുണ്ട്, ഇനി അടുത്ത കഥാപാത്രം കാരണം ഇനിയിപ്പോ എന്താ പറയാ, ഇനിയിപ്പോ എത്ര നാളുണ്ടെന്നോ ആയുസുണ്ടെന്നോ ഒന്നും അറിയാൻ പാടില്ല. അതിപ്പോ ആർക്കും അറിയാൻ പാടില്ല. ഇപ്പോ എന്നെക്കാളും ചെറിയ കുട്ടികളാണെങ്കിൽ പോലും എന്താ പറയാ ഒരു മഴ, ഈ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഇനി എന്തൊക്കെ വന്നെന്ന് അറിയാൻ പറ്റില്ല. ഇനിയിപ്പോ സുനാമി വേറെ രൂപത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാരും മുൻപ് പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ, പക്ഷെ അതൊക്കെ തന്നെ നടക്കണമെന്നില്ല. കടലും ഇതും എല്ലാം കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ തീർന്നു നമ്മള്. അപ്പോ എന്തായാലും എനിക്കൊരുറപ്പാ, കാരണം ഞാൻ സുനാമി കണ്ടിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നിടത്തേക്ക് ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല, വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് വീട്ടിലവരെ വന്നു, ഞാൻ മാത്രം ഇങ്ങനെ കടലാസിലത് വെള്ളത്തിൽ കളിച്ചിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ഞാൻ ചാവയുടെ സമയം എനിക്കറിയാം ചാവെന്നുള്ളത്. ഞാനൊരു എന്താ പറയാ വർഷം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ള ഞാൻ ഇങ്ങനെ മരിക്കണേ എന്നുള്ളത് പറഞ്ഞിട്ടുള്ള. ബൈക്ക് ഓടിച്ചിട്ടില്ല ഞാൻ. ആ സമയത്ത് ബൈക്ക് പോലും ഓടിക്കാത്ത സമയത്ത് എന്റെ പറഞ്ഞ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ആളാ. അത് കഴിഞ്ഞ് ഞാനെങ്ങനെ പറഞ്ഞാവാ എന്നൊക്കെ ആലോചിച്ച് നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഫൈറ്റ് മാസ്റ്റർ ആവുന്ന ഒന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാനൊരു 5-6 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര വേൾഡ് ഫേമസ് ആണ് എന്നിട്ട് അവള്. അപ്പോഴത്തേക്കും ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫൈറ്റ് മാസ്റ്റർ ആയപ്പോൾ ഞാൻ അപ്പഴോട് ഞാൻ ഈ കാര്യത്തിൽ കുറച്ച് ഫോർച്യൂൺ ടെല്ലിംഗ് ഒക്കെ ഉണ്ടല്ലേ. അയ്യോ, ഞാൻ എന്റെ കാര്യങ്ങൾ മിക്കത് ഞാൻ പറയാറുണ്ട്. എന്റെ ഇതിന്റെ അടി കമന്റ് ഇടുന്ന ആൾക്കാര് എന്നെ ഈ പറഞ്ഞു കേട്ടുള്ള ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നതും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങിപ്പോ ഈ വീഡിയോ കൂടിയാ പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു എന്താ പറയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ വേൾഡ് ഫുള്ള് അറിയും. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വേൾഡിൽ എവിടെ ചെന്നാലും, ഞാൻ ഈ ഇന്ത്യ മുഴുവൻ കണ്ടിട്ടില്ല, കേരളം മുഴുവൻ കണ്ടിട്ടില്ല, വളരെ ചുരുക്കം സ്ഥലങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ ഈ വേൾഡിലുള്ള എല്ലാവരും അല്ല എന്നാലും വേൾഡിലുള്ള എല്ലാ മൂലക്കിരിക്കുന്ന ആൾക്കാർ, എന്നെ അറിയുന്ന ആൾക്കാരുണ്ടാവും ഏതെങ്കിലും രീതിയിൽ. അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ കണ്ട സ്വപ്നമാണ് ഇങ്ങനെ ഒരു കാര്യം അങ്ങോട്ട് നടക്കട്ടെ എന്ന് പോലും പറയാൻ പറ്റില്ല. മരിക്കണേ ഇല്ല, പറയാം. എന്താണെന്നറിയോ, അതിനർത്ഥം ഇപ്പോ ഒന്ന് ചിന്തിക്കുക. ഞാൻ വൈപ്പിങ്കരയാണ്, ആദ്യം ജനിച്ചത് മട്ടാഞ്ചേരിയിൽ, വളർന്നത് ഫോർട്ട് കൊച്ചി പാണ്ടിക്കോളനിയിൽ. നമ്മുടെ നിവിൻ അവനൊക്കെ നമ്മുടെ അയൽവാസികളായിരുന്നു. നമ്മുടെ മട്ടാഞ്ചേരി മാറ്റി അവൻ ഈ കൊല്ലത്തിലാവണതിന് മുമ്പ് നല്ല ലുക്കിലുള്ളപ്പോൾ അറിയുന്ന ആളാണ്. ഞങ്ങൾ നസ്രത്ത് പള്ളി കിടന്ന് പെരുന്നാളിൽ സമൂസ പാർക്കിന്റെ ഇവിടെ കിടന്ന് തുള്ളണ ആൾക്കാരാണ്. വൈകുന്നേരം ഇത്ര ടൈം ആയി കഴിഞ്ഞാൽ വീട്ടിൽ പോ എന്ന് പറഞ്ഞു
സമയത്ത് വീട്ടിൽ പോടി എന്ന് പറഞ്ഞാൽ ഓടിച്ചു പറഞ്ഞാനാ. അവൻ ഈ കൊല്ലത്തിൽ കാണുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും. കാരണം അത്രയും ഇതിൽ നടന്നു വെച്ചൊരു പയ്യൻ, നമ്മുടെ കൂടപ്പുറപ്പ്. അല്ലെങ്കിൽ ഇപ്പോഴത് അവനാ ഈ പോലീസുകാർ വരുമ്പോഴും അവൻ മാറ്റില്ലല്ലോ. പക്ഷെ ഞാനാ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവനാ സാധനം എടുത്ത് കളയും. കാരണം എനിക്കത് പറ്റില്ല എന്നുള്ളത് അവനറിയാം. അത് ആ ക്യൂസിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ചിന്തിക്കുന്നു, ഇത്രയും ആൾക്കാർ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി നിലത്തിടാത്തവൻ കാളി വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് നിലത്തിടുന്നു എന്നുള്ളത് ചിന്തിക്കുക. കാരണം അവന് തിരിച്ചറിവുണ്ട്. എത്ര ബോധമില്ലാത്തവനാണ് എന്താന്ന് പറഞ്ഞാൽ പോലും അവന് തിരിച്ചറിയാം, അവളെൻ്റെ കൂടപ്പിറപ്പാണ്, അവളെൻ്റെ ഫ്രണ്ടാണ്, അവളെ ഞാൻ ചെറുതിലേ മുതൽ കാണുന്നവനാണ്, അവളെ എത്രത്തോളം ബഹുമാനിക്കണം, മര്യാദ കൊടുക്കണം എന്നുള്ളത് ആ ബോധമില്ലായ്മയിലും ആ ബോധം അവനുണ്ട്. അപ്പോൾ എനിക്കറിയാം എന്നെ റെസ്പെക്ട് ചെയ്യണം ആരൊക്കെയാണ് എന്തൊക്കെയാണ്. എന്നെ അവർ റെസ്പെക്ട് ചെയ്താൽ മതി. കാരണം അവർക്ക് എന്നെ അറിയാൻ പാടാത്ത ആൾക്കാരെന്ന് പറയാൻ അവരെന്റെ ചീത്ത പറഞ്ഞു. എന്റെ കമന്റ് ബോക്സിൽ നീ കോളനി വേണം അങ്ങനെയൊക്കെ. ഞാൻ കോളനിയാണ്. ഞാൻ പറട്ടെ, കോളനിയിൽ ജനിച്ച ഞാൻ ഇവിടം വരെ എത്താമെങ്കിൽ ഈ കമന്റ് ബോക്സിൽ കിടക്കുന്ന കൊട്ടാരത്തിൽ ജീവിച്ച ആൾക്കാർ എന്ത് ക്വാളിറ്റിയാണ് അല്ലേ? കോളനി വളർന്ന ഞങ്ങളെല്ലാവരും, നിവിനാണെങ്കിലും ശരി ഞാനാണെങ്കിലും ശരി, കോളനി വളർന്ന് സമ്മതിച്ചു. ഞങ്ങളെല്ലാം പറഞ്ഞില്ല. നസ്രത്ത് പാണ്ടിക്കോളനി എന്ന് പറഞ്ഞാൽ ഞാൻ വളർന്ന സ്ഥലമാണ്. ഇപ്പോഴും അവിടെ അതേ അവസ്ഥ തന്നെയാണ്. ഞാനൊരു അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് എന്താ പറയാ, എനിക്ക് പഴയ പോലെ ഇരിക്കുന്നൊരു ഇത് വേണം. എന്താ പറയാ, ഞാൻ വളർന്ന അങ്കിൾമാരൊക്കെ ഉണ്ട്, മീൻകൊട്ടക്കാത്തിരുന്ന് കൊണ്ടുപോണ അച്ചാച്ചനൊക്കെ ഉണ്ട്, പില്ലക്സിച്ച് ഉണ്ട്. അവർക്കൊക്കെ നല്ലൊരു സ്പേസ്, ബാത്റൂമുള്ള, എന്താ പറയാ, ചോരാത്ത ഒരു കോളനി ഉണ്ടാക്കണം അവിടെ. എല്ലാവരും പൈസ ഉള്ളവരും ഗതി പിടിച്ചവരൊക്കെ അല്ല, അവിടെ എപ്പോഴും അതില്ലാത്ത കുറച്ച് ഫാമിലി ഉണ്ട്. അവർക്കൊക്കെ ഒരു എന്താ പറയാ, ഞാനിപ്പോൾ ചെന്നാലും എനിക്ക് ഫുഡ് ധൈര്യത്തോടെ കുനിയാൻ ഇങ്ങനെ ഇരുണ്ട റൂമിലോട്ട് കയറാണ്ട് ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പം അവർക്ക് ഞാനും അത് എന്താ പറയുക, എനിക്ക് അങ്ങോട്ട് ഇപ്പം ചെല്ലാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു അടുത്ത് എത്തിയിട്ടില്ല, ഫേമസ് ആയി. പക്ഷെ ഞാൻ എന്താ പറയുക, കുറേ പണം ഉണ്ടാക്കിയിട്ട് ആ കോളി മൊത്തത്തിൽ എന്താ പറയുക, ഞാൻ കുഞ്ഞിലെ എങ്ങനെയാണോ ഓടിക്കളച്ചത് അതേപോലെ ദാരിദ്ര്യം പിടിച്ചൊരു ഇതില്ലാണ്ട്, ദാരിദ്ര്യം ഉണ്ടോ അവിടെ, പക്ഷെ ഹാപ്പി അവിടെ ഉണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മുറ്റത്തിരുന്ന് ചായ കുടിക്കുക, എല്ലാവരും വീട്ടിലെ സ്നാക്സ് കൊണ്ടുവരിക, ഞങ്ങൾ കുട്ടികളെ കൂടി കളിക്കുക, ചേട്ടന്മാരെ കൂടി അവിടെ കളിക്കുക, കുറെ പേര് കഥ പറയുക. അവിടെ ലഹരി എന്ന് പറഞ്ഞ സാധനമില്ല, ആർഭാടവും ഇല്ല, അഹങ്കാരം ഇല്ല, ജാതി ഇല്ല. ഞാൻ കണ്ടിട്ടേ ഇല്ല അവിടെ ഒരു ജാതി. ഒരു ചോനോ ഇഴവനോ അല്ലെങ്കിൽ പലയനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നും ഞങ്ങൾ പാണ്ഡ്യോ ഒന്നും കണ്ടിട്ടില്ല. അവിടെ ഒരു സ്വർഗം തന്നെയായിരുന്നു. നമ്മുടെ വയറ്റിലൊക്കെ രൂപം വന്ന പള്ളിയുടെ ബാക്കിലുള്ള കോളനി. ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം ഒന്നിച്ച് ഒരു രക്ഷയില്ലാത്തൊരു ലോകം. അവിടെ നിന്ന് അങ്ങോട്ട് വൈപ്പിങ്ങര വന്നപ്പോൾ അവിടെ എന്താ പറയാ, ജാതി കണ്ടു, മതം കണ്ടു, പെണ്ണിന്റെ ശരീരം കണ്ടു, സെക്സ് കണ്ടു, അങ്ങനെ വൃത്തിയുടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ അവിടെ കണ്ടു. സ്ഥലങ്ങൾ കുറെ പേര് പറഞ്ഞു വൈപ്പിങ്ങനെ നാട്ടിക്കുന്നു. നിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ കണ്ടത്. മറ്റുള്ളവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല, അവർക്ക് സ്വർഗ്ഗം. പക്ഷെ എനിക്കതൊരു നരകമായിരുന്നു. എന്നെ വേദനിപ്പിച്ചിരുന്നാണ്. എൻ്റെ ബാല്യം നശിപ്പിച്ചു, എൻ്റെ ദീനേജ് നശിപ്പിച്ചു, എൻ്റെ വിദ്യാഭ്യാസം. എനിക്ക് അറിവില്ല, ബുദ്ധിയില്ല എന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയാം, പക്ഷെ മറ്റൊരാൾ എന്താ പറയാ, ഞാൻ ബുദ്ധിയില്ലാത്ത കുട്ടിയാണെന്നോ അല്ലെങ്കിൽ കഴുതയാണെന്നോ ഒരാൾക്കും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല തെൻ്റെടും ഏതൊരു ധൈര്യം എന്താ പറയാ, ഫ്ലോറിൽ കയറി ബോൾ എടുക്കാനും അവിടെ നിന്ന് ഒരു മടിയിലാണ് ഞാൻ ചാടുന്ന ഒരാളാണ്. പക്ഷെ സൈക്കിളാണെങ്കിൽ ആൺകുട്ടികൾ കയറാൻ പാടുള്ള പെൺകുട്ടികൾ ആ സ്ഥലത്ത് ബാക്ക് സൈക്കിൾ കൊണ്ടുവന്നിട്ട് മറ്റുള്ള സൈക്കിളൊക്കെ ചവിട്ടി താഴ്ത്തിട്ടിട്ട് എൻ്റെ സൈക്കിൾ മാത്രം, ഇതാണ് ആണെങ്കിൽ പുലി. ഈ സൈക്കിൾ ഓടിക്കുമ്പോൾ മറ്റുള്ള സൈക്കിൾ കൊണ്ടാകുമ്പോൾ ചവിട്ടി പൊത്തിട്ട ആളാണ് ഞാൻ ചെന്നോടം തന്നെ. അപ്പോൾ അങ്ങനെ കുറെ. അത് മാത്രമല്ല, ഏത് സ്കൂളാണോ എന്നെ പുറത്താക്കിയത് അതേ സ്കൂളിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് ജസ്റ്റ് വെറുതെ എൻ്റെ മക്കൾക്ക് വേണ്ടി പോയതാണ്. പക്ഷെ അപ്പോഴേക്കും അവിടെ ഒരു പ്രോഗ്രാം നടന്നു. എൻ്റെ ടീച്ചർമാർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചർമാരെല്ലാം പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 2 ടീച്ചർമാരുണ്ട്. സാറുണ്ടായിരുന്നു, സാർ മരിച്ചു. അപ്പോൾ ആ 2 ടീച്ചർമാർ അവിടെ നിൽക്കുമ്പോൾ ഞാൻ കയറിച്ചെല്ലാണ്. 2 കൂടി എന്നെ സ്റ്റേജിൽ കയറ്റി. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഞാനൊക്കെ ഇവിടുത്തെ ഒരു താന്തോന്നിയാണ്, അതുകൊണ്ട് ഞാനിവിടെ എത്തി. കാരണം എൻ്റെ ധൈര്യം അത് ചോർന്നില്ല. ഒരിടത്തും പിടിച്ച് കയറും. ഞാൻ പറയാറുണ്ട്, വീണോ അവിടെ തന്നെ കിടക്കല്ലേ, എനിക്ക് ഇരിക്കാൻ പറ്റില്ല, വീണു മുറിഞ്ഞു, മറ്റുള്ളവർ നോക്കണം, അത് വീണു, വേണ്ട. ഞാൻ നടുറോട്ടി വീണാലും ഞാൻ ചിരിച്ചോണ്ടിരിക്കും. കാരണം
ഇവര് ചിരിക്കണേക്കാളും കൂടുതലും എനിക്ക് ചിരിക്കണം. ശരിയാണ്. അങ്ങനെ ഇപ്പൊ എന്നെ കണക്ക് ചിരിക്കണം. ലുലുമാളിൽ വീട്ടുണ്ട് ഞാൻ. എനിക്ക് ഹീലുള്ള പൂട്ട് വേണമെന്ന് പറഞ്ഞ് ഞാൻ എത്തുന്നത് ആദ്യം ഇട്ടപ്പോഴത്തേക്കും എക്സലേറ്ററിൽ കയറി താഴത്തെ എത്ര രൂപ ഈ സാധനം പറഞ്ഞ താഴത്തോട്ട് പോയപ്പോ അന്ന് ലുലുമാള ഓപ്പണിങ് കുറെ പിള്ളേർക്ക് ജസ്റ്റ് ലുലുമാൾ കാണാൻ വേണ്ടി കയറി വന്നിരിക്കാം. ഞാൻ ഈ പിള്ളേരുടെ മുമ്പിലോട്ടാ കയറി സമയം എല്ലാവരും ചിരിക്കണില്ല. ഞാൻ അപ്പൊ തന്നെ നിലത്തടിച്ച് കടക്കാരാ പറ്റിച്ചല്ലേ ഈ റോളർ ഷൂ അല്ല എനിക്ക് തന്നേന്ന് പറഞ്ഞ് ഞാൻ അവിടെ കളിച്ചിരിക്കുകയുള്ളൂ. കാരണം വീണ ചിരിച്ചോളാം, അവർ ചിരിക്കാക്കാർ കൂടുതൽ നമ്മൾ ചിരിച്ചോളാം. അപ്പൊ അച്ഛമ്മല് മാറും. അതെ, അപ്പൊ അവർക്ക് പറയാനുള്ളൊരു അവസരം അങ്ങനെ ചിരിക്കാനുള്ള അവസരം കൊടുത്തില്ല. നമ്മൾ ആയുസ് കൂട്ടിയിരിക്കുക. അപ്പൊ പിന്നെ എന്താ ചിരിക്കാനുള്ള അവസരം എവിടെ കൊടുത്താലും അവർ നമുക്ക് താങ്ക്സ് പറയണം. കാരണം നമ്മൾ ഒരു ദിവസത്തെ ആയുസ് അവർ കൂട്ടി. അപ്പൊ പിന്നെ അത് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഞാൻ അങ്ങനത്തെ